ഏലപ്പാറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം യുവതിയെയും ബന്ധുക്കളെയും സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നുവെന്ന് പരാതി. സ്വർണം പണയം വയ്ക്കാൻ ധനകാര്യ സ്ഥാപനത്തിലെത്തിയ ബന്ധുക്കളുടെ ഫോട്ടോ എടുത്ത ശേഷം സ്വർണം വ്യാജമാണെന്നും ഇവരെ സൂക്ഷിക്കുകയെന്നും കാണിച്ച ചിത്രമടക്കം ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പരാതി. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. പാലായിൽ സ്ഥിരതാമസക്കാരനും കുട്ടിക്കാലത്തിന് സമീപം തട്ടുകട നടത്തുന്നതുമായ ഷാജിമോൻ ഇന്ത്യയും ബന്ധുവായ വളകോട് സ്വദേശി ചെമ്പമ്പളാക്കൽ വീട്ടിൽ ഡോളി ജോസഫുമാണ് പരാതിക്കാർ. വ്യാപാര സ്ഥാപനത്തിന്റെ ആവശ്യത്തിനായി സ്വർണ്ണവള പണയം വയ്ക്കുന്നതിനായി ഏലപ്പാറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഒരാഴ്ച മുമ്പാണ് സമീപിച്ചത്. വള പണയം വയ്ക്കുന്ന വേളയിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇരുവരുടെയും ഫോട്ടോ എടുത്തു. ചോദിച്ചപ്പോൾ ഇതാണ് നിയമ നടപടിയെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് വളയ്ക്ക് മാറ്റുകുറവാണെന്ന് പറഞ്ഞ് പണയം വയ്ക്കാൻ അനുവദിച്ചില്ല. ഇതേ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ വള പണയപ്പെടുത്തുകയും 50,000 രൂപ കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അന്ന് തന്നെ ഏലപ്പാറയിലെ ധനകാര്യ സ്ഥാപനം ഇരുവരുടെയും ഫോട്ടോ അടങ്ങിയ മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇവരെ സൂക്ഷിക്കുക എന്നും മുക്കോണ്ടം പണയപ്പെടുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നവരാണെന്നും കാണിച്ചായിരുന്നു മെസ്സേജ്. വിഷയത്തിൽ തങ്ങളെ അപമാനിക്കുമായിരുന്നുവെന്നും മെസ്സേജ് പ്രചരിച്ചതോടെ തങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നുമാണ് ഇവരുടെ പരാതി. തുടർന്നാണ് ധനകാര്യ സ്ഥാപനത്തിനെതിരെ പീരുമേട് സ്റ്റേഷനിലും SP ഓഫീസിലും പരാതി നൽകിയത്. എന്നാൽ തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കത്തില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. 10 ദിവസമായിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ യഥാർത്ഥ സ്വർണ്ണമാണ്, അവർക്ക് കാൽമാർക്കുള്ള സ്വർണ്ണമാണ് കൊണ്ട് കൊടുത്തേക്കുന്നത്. ആ വളയിൽ തന്നെ 22 ക്യാരറ്റ് സ്വർണ്ണം നടത്തി തന്നെ ഉണ്ട്. എന്നിട്ട് അവരെ ഞങ്ങൾ പരസ്യമായിട്ട് ആക്ഷേപിച്ച് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ പീരുമേട്ടി കൊണ്ട് പരാതി കൊടുത്തു. പീരുമേട്ടി പരാതി കൊടുത്തപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോൾ അവർ വിളിച്ചപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച അവരവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു 8 ദിവസം സമയം കൊടുക്കണം അവർക്ക്, പിന്നെ ഇവിടുന്ന് സൈബർ സെല്ലിൽ നിന്ന് അതിൻ്റെ തെളിവെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 8 ദിവസം ഇന്നലെയായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് ഞങ്ങൾ രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ പോയി നിന്നിട്ടും അവർ വന്നിട്ടില്ല. അന്ന് അവർ വന്നപ്പോൾ പറഞ്ഞത് അവരുടെ ബാങ്കിൽ നിന്ന് ചീറ്റ് ചെയ്തേക്കുന്നതും അവരത് പുറത്ത് ന്യൂസ് വിട്ടെന്നും അവർ അന്ന് പറഞ്ഞാൽ ഇന്നലെ അവരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇന്നലെ അവർ ഞങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് അവർ വന്നിട്ടിച്ചു. ജീവിക്കാൻ ഒരു ഇതില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. 10-12 ദിവസമായിട്ട് ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ കേസ് കോടതിയിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വക്കീലിനെ കണ്ട് കേസ് കോടതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. SP വിഷയത്തിൽ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ തങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിച്ച വിഷയമാണിതെന്ന് സമ്മതിക്കുകയും പക്ഷേ ആര് ചെയ്തുവെന്ന് വ്യക്തമായിട്ടില്ല എന്നും പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു പോയതല്ലാതെ തുടർന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങളെ മനഃപൂർവ്വം അപമാനിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ച സമൂഹ മാധ്യമങ്ങളിൽ തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞ് പോസ്റ്റ് ഇടണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ബന്ധുക്കൾ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.